സമൂഹമാധ്യമങ്ങൾ വഴി അപമാനിക്കുന്നുവെന്ന പരാതിയുമായി ടി സിദ്ദീഖ് എംഎൽഎയുടെ ഭാര്യ ഷറഫുന്നീസ. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം സിദ്ദീഖും ഷറഫുന്നീസയും ഇരിക്കുന്ന ചിത്രം മോശമായി പ്രചരിപ്പിച്ചുവെന്ന് കാട്ടിയാണ് കോഴിക്കോട് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, രാഹുൽ സംഭവത്തിന് ശേഷം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് പലരും പരാതിക്കാരുകൾ ഉൾപ്പെടെ സൈബർ അറ്റാക്കിന് വിധേയമാകുന്നുണ്ട്. ഇപ്പോൾ ടി സിദ്ദീഖിന്റെ ഭാര്യയ്ക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം അവർ പരാതിയുമായി എങ്ങനെയാണ് പോകുന്നത്? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ആ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ നമ്മൾ നിരവധി കണ്ടതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ടി സിദ്ദീഖിന്റെ ഭാര്യ ഷറഫുന്നീസയും അവരുടെ കുഞ്ഞും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇരിക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടം പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോയാണ് ഇപ്പോൾ ശശികല റഹീമും കെ ലതിക തുടങ്ങിയ ആളുകൾ ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുന്നത്. ആ പ്രചരിക്കുന്നതോടൊപ്പം തന്നെ ആ ഫോട്ടോയ്ക്കൊപ്പം ചില മോശമായ രീതിയിലുള്ള അവഹേളിക്കുന്ന തരത്തിലുള്ള ചില പോസ്റ്റുകളും അതിനൊപ്പം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഷറഫ് ഇപ്പോൾ കോഴിക്കോട് കമ്മീഷണറിൽ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഷറഫുന്നീസ പറയുന്നത് ഈ തന്റെ കുഞ്ഞും ഞാനുമൊക്കെ ഷറഫുന്നീസയും ഒക്കെ ഈ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ആൾക്കാരാണ്. എന്റെ ഹസ്ബൻഡിനെ ടി സിദ്ദീഖിനെ നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും രാഷ്ട്രീയമായിട്ടൊക്കെ പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ ഈ പൊതു രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കുഞ്ഞിനെയും എന്നെയും എന്തിനാണ് ഈ രീതിയിൽ ഫേസ്ബുക്കിലൊക്കെ ഈ രീതിയിൽ വിമർശിക്കുന്നത് എന്നാണ് ഷറഫുന്നീസ പ്രധാനമായും ചോദിക്കുന്നത്. ശരിയാണ് വിവരങ്ങൾ നൽകിയത്. വളരെ കഷ്ടമാണ്. കാരണം വാലും ചേലും വെളിവുമില്ലാത്ത കുറേ എണ്ണം ഈ സംഭവത്തിനൊക്കെ ശേഷം ഇങ്ങനെ സൈബർ അറ്റാക്ക്, അതും ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ പരാതിക്കാരികളെ ഉൾപ്പെടെ ഒരു പണിയുമില്ലാതെ എടുക്കുന്ന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വളരെ ലജ്ജിക്കുന്ന സംഭവങ്ങളാണ്.